ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. എന്ത് ഫിഷ് ആണെന്ന് എന്നോട് ചോദിക്കരുത്, ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇവിടെ ന്യൂസിലാൻഡിൽ ഇങ്ങനത്തെ മീനാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഏത് മീൻ വെച്ചിട്ടുണ്ടാക്കാം, അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം മുളക് പൊടി ഇടാം. ഞാനൊരു 3.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 2 സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിനി ചതച്ചെടുക്കാണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ചതുക്കണേല്. അപ്പൊ കുറച്ച് പെരിഞ്ജീരകം, പച്ചമുളക്. ഇനി ഞാനൊരു 3 പച്ചമുളകാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഇടും. നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ആകെ 3 പച്ചമുളക് ഇടുന്നുള്ളൂ. പിന്നെ ഇതാ ഒരു 10 അല്ലിയുടെ അടുത്ത് വെളുത്തുള്ളി. ഇത് ഫ്രോസണാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിടാം. പിന്നെ നമ്മൾ ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്കിത് ചതച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ഏകദേശം ആയിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് ഇതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടാം. അപ്പൊ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പെരിഞ്ജീരകം നല്ല ചതഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മസാലയ്ക്ക് ആക്കാം. അപ്പൊ നമുക്ക് ഫിഷ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നോരോന്ന് എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഫിഷും വെച്ചെടുത്തു. ഇനി നമുക്കതിന്റെ മസാല റെഡിയാക്കാം. അപ്പൊ നമ്മൾ ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. 4 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ, നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓയിൽ ഉള്ളതുകൊണ്ട് ആ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി ഏകദേശം വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം അതൊന്ന് ഇട്ട് കൊടുക്കണം. വഴറ്റി എടുക്കണം. ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 തക്കാളിയാണ് കേട്ടോ യൂസ് ചെയ്തത്. നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഈ വഴറ്റി വെച്ച ഉള്ളിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും. പിന്നെ 1 സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ നല്ലോണം ഇളക്കി ഒരു പച്ചച്ചവ മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതിൻ്റെ തൈര് ആഡ് ചെയ്യാം. ഞാനൊരു 2.5 ടീസ്പൂൺ തൈര് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കട്ട് ചെയ്തിടാം. ചെറുനാരങ്ങയും കൂടി ചെയ്യാം കേട്ടോ. കുറച്ച് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് തന്നെ ഇളക്കരുത്, ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഓരോന്നിടാം. ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ട് ഇല്ലാതെ ഇളക്കരുത് കേട്ടോ, നല്ല മീൻ പൊടിയരുത്. ആ രീതിയിൽ നമുക്കിത് കുറച്ചുനേരം മൂടി വെക്കാം. അപ്പോൾ നമുക്ക് ഇനി റൈസ് സെറ്റാക്കാം. അപ്പോൾ അതിന് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്തെടുക്കുകയാണ്. നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും, നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ നല്ലോണം വഴറ്റുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റുക കേട്ടോ, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിതിനി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഓയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ അതും വറുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഇതിൽ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റും കറിവേപ്പിലയും ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആ സെയിം ഓയിലിൽ നമ്മൾക്കിതിൽ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഏലക്കായ ഒരു 4 ഏലക്കായ ഇട്ടുണ്ട്. അതേപോലെ
പൂവ് അതേപോലെ ഒരു 4-5 പൂവിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ജീരകശാല അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓയിലിലേക്ക് നമ്മൾ ഈ അരി ഇട്ടിട്ട് നന്നായിട്ട് വറക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരി നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അടി പിടിക്കുകയൊന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ചോറുകളൊക്കെ കട്ട പോലെ നിൽക്കും. നന്നായിട്ട് ഇളക്കുമ്പോൾ സെറ്റാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞതോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ അങ്ങനെ ഒട്ടില്ല. ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ നെയ്യിൽ ഓയിലും വറുത്തെടുത്തുകൊണ്ട് അങ്ങനെ ഒട്ടി പിടിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ചോറ് ഞാൻ വറ്റിച്ചെടുക്കുകയാണ്. ഏകദേശം വറ്റി വരുന്നുണ്ട്, കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. തീ കുറച്ച് വെക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കും, കാരണം നമ്മൾ വറ്റി ചേർക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ചോറൊന്നും അടി പിടിക്കാണ്ട് കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മസാലയും ചോറും ഇനി ദം ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മസാലയൊക്കെ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ മസാല വെച്ച് കൊടുത്തത്. പിന്നെ റൈസും അതിൻ്റെ മുകളിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഫുൾ മസാല ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തന്നെ ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത് നമ്മളിതിലിടാൻ പോകുന്നത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ചെയ്യാറുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും നമ്മൾ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല. മസാല വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ താഴെ ഇട്ടതിന് ശേഷം റൈസ് അതിൻ്റെ മുകളിൽ ചെയ്താൽ മതി. പക്ഷെ ഞാൻ റൈസിന് നല്ലൊരു സ്മെല്ല്, ഫിഷിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല, മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മസാല അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെയും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഗാർണിഷ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഉള്ളി വറുത്തതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത് എന്താണോ അതന്നെ സെയിം റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് കുറഞ്ഞ തീയിൽ കുറച്ച് നേരം ഒന്ന് വെക്കാം. ഓവർ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീയിൽ വെക്കാം. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണമുണ്ട്. പിന്നെ ചോറും മസാലയും നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ബിരിയാണിന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കേട്ടോ. പിന്നെ ഇത് നമ്മൾ മസാലയൊന്നും അടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ബിരിയാണി സെറ്റായി, ഫിഷ് ബിരിയാണി. അപ്പോൾ ഇനി നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫിഷൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ തൈര് സാലഡും പിന്നെ നാരങ്ങ അച്ചാറും. ബിരിയാണിയിലേക്ക് ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയണ്ടേ. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വന്ന് പറഞ്ഞാൽ ആദ്യം വേണം, അപ്പം ഞാൻ അവനും കുറച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.